എനിക്ക് തോന്നുന്നു ഏതാണ്ട് 30ഓളം പുതുമുഖങ്ങള്, അത് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലുമായിട്ട്, സിനിമയുടെ ക്യാമറയുടെ മുന്നിലും പിന്നിലുമായിട്ട് ഒട്ടനവധി, നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ടർ തൊട്ട് ഇങ്ങോട്ട് അഭിനയിക്കുന്നവർ വരെ വളരെ ചുരുക്കം ചിലർക്ക് അറിയാവുന്ന ഫെയിമായിട്ടുള്ള ആളുണ്ടെങ്കിലും ഇനി മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ പില്ലേഴ്സ് ആയിട്ടുള്ള വളരെ നെടുന്തൂണുകളായിട്ടുള്ള ഒട്ടനവധി താരങ്ങളെ കൂടി നമ്മൾ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ പേരുകൾ നമ്മൾ റിവീൽ ചെയ്യാൻ വേണ്ടി പൂർണ്ണമായിട്ടും അതിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന നിലയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. അതിലും നിങ്ങളുടെ സഹകരണ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് അവരുടെ പേരുകൾ പറയാം. കാരണം കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ്സ് സൈൻ ചെയ്തതിനു ശേഷം മാത്രം അവരുടെ പേരുകൾ പുറത്തുവിടുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതിന് ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് അഭിനേതാക്കൾ, ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഗുരുവായിട്ടുള്ള ആളടക്കം ഒരുപാട് പേരുടെ ഞങ്ങൾക്ക് സാന്നിധ്യം ഈ സിനിമയിൽ ഉണ്ടാവും. ഒരു വലിയ ചിത്രമായി മാറും. സിനിമ തന്നെയാണ് ഇതിലെ നായകനും നായികയും. ഓരോരുത്തർക്കും അത്രത്തോളം ഇമ്പോർട്ടൻസ് സിനിമയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. തുടർന്ന് നമുക്ക് നമ്മുടെ എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നത്തിന്റെ നിറമുള്ള സ്വപ്നത്തിന് പേര് ഇട്ടിട്ടുണ്ട്. ആ പേര് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് അതിലേക്ക് കിടക്കാമല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് പോസ്റ്റർ റിവീൽ ചെയ്യാം, അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഹലോ, നമസ്കാരം. അപ്പോ ലൈറ്റ് പാടാ എന്തോ തടയന്മാർ കാണിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഞങ്ങളുടെ സ്വപ്നത്തിനൊരു പേരായിട്ടുണ്ട് ഗുഡ് ഫ്രൈഡേ. അപ്പോ ആ സ്വപ്നത്തോടൊപ്പം സഞ്ചരിക്കാൻ, ഞങ്ങളുടെ സ്വപ്നത്തിന് നിറണ്ട വരാൻ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹായം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഞങ്ങളിപ്പം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ കാര്യങ്ങൾ അല്ലേ? അപ്പോ ഈ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് അറിയാനോ, നേരത്തെ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാർ, ഒട്ടും ചിരപരിചിതമല്ലാത്ത കുറെ ആൾക്കാർ, എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അബൌട്ട് പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം. ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിലുള്ള അതിന്റെ മറുപടികൾ ഞങ്ങൾക്ക് തരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ഡയറക്ടറുടെ അടുത്താണ്. ഹായ്, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ, നല്ലൊരു സിനിമയായി വരട്ടെ. അപ്പം ഇത് കുറെ പുതുമുഖങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രമാണ്, താങ്കളുടെ ആദ്യത്തെ ചിത്രമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇത് ഏതാണ് ജോണർ? ഇതിന്റെ പോസ്റ്റർ കാണുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു തരത്തിലാണ് ആ പോസ്റ്റർ തന്നെ എടുത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ജോണർ, ഇങ്ങനെ ഒരു ചിത്രം എടുക്കാൻ എത്രത്തോളം കോൺഫിഡന്റ് ആണ് താങ്കൾ? ഓക്കെ, വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ആദ്യം തന്നെ പറയാം, ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ തന്നെയാണ്. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്ന പേരിന് ഭയങ്കര റിലവൻസ് ഉണ്ട് ഈ സിനിമയിൽ, അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ പുതുമുഖങ്ങളുടെ കാര്യം പറഞ്ഞു വെച്ചാൽ ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ഡിഫറെന്റ് ത്രില്ലറാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്തൊരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ നറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പരിചിതമല്ലാത്ത കുറച്ച് മുഖങ്ങൾ, ചില പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതുമുഖങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ മലയാളത്തിൽ നമുക്കറിയാവുന്ന പ്രഗത്ഭരായിട്ടുള്ള ഒത്തിരി ആർട്ടിസ്റ്റുകളും ഒരു പ്രധാനപ്പെട്ട ക്യാമിയോയും ഈ സിനിമയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതിപ്പോ തൽക്കാലം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കാസ്റ്റിംഗ് മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത ക്വസ്റ്റിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ല, അതിന് ലാസ്റ്റ് ക്വസ്റ്റിന് ഉത്തരമായിട്ട് വരാം. ഒന്ന്, എത്രത്തോളം കോൺഫിഡന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കോൺഫിഡന്റ് ആണ്. നമ്മൾ ഈ സ്ക്രിപ്റ്റിൽ നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസിന് ഒരു കുറവുമില്ല. ഞാൻ നല്ല കോൺഫിഡൻസോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. എൻ്റെ ടീമും എന്നിൽ നല്ല കോൺഫിഡന്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ആർട്ടിസ്റ്റുകളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോഴും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെ സ്ക്രിപ്റ്റ് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമയായിരിക്കും. ഈ പറഞ്ഞ പോലെ ആ ഒരു ജോണറിൽ നന്നായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയല്ല, വിശ്വാസമുണ്ട്. ഉറപ്പാണ് സിനിമ എത്ര, എനിക്ക് പറയാൻ പറ്റാത്തൊരു കാര്യം, എത്രത്തോളം വലിയ വിജയമാവും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ദേവദൂതന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ദേവദൂതൻ 24 വർഷം മുമ്പ് ആ സിനിമ ഇത്ര വലിയ ഹിറ്റല്ല. ഇപ്പോഴാണ് ദേവദൂതൻ ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയിരിക്കുന്നത്. ഇപ്പൊ അറിയാലോ, കണ്ടില്ലേ, ഡെഡ് പൂളിനെയും കാട്ടിലും വലിയ കളക്ഷൻ ഒരു വീക്കെൻഡ് ഡേയില് ഡെഡ് പൂളിനെ കാട്ടിലും, അതുപോലെ തന്നെ ധനുഷിന്റെ 50th മൂവി ഉണ്ടായിരുന്നുണ്ട്, അതിനേക്കാട്ടിലും കളക്ഷൻ ദേവദൂതൻ ബാഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഡേയില് ഇത്ര 24 വർഷങ്ങൾക്ക് ശേഷം. അപ്പം സിനിമ അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് വിജയത്തിനെയും പരാജയത്തിനെ കുറിച്ചും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജോണറിനോട് 100% നീതി പുലർത്തുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ പോസ്റ്ററിന്റെ കാര്യം ഇപ്പോൾ ചോദിച്ചതിൽ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ലൈക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ചിന്ത പോലും വന്നിട്ടില്ല. പ്രത്യേക മതവിഭാഗത്തിനെ ബന്ധപ്പെടുത്താനായി ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന ആ ഒരു ക്രോസ്, ഒരു ഹോളി ക്രോസ് ഒരു ന്യൂ ബോഡിയിൽ വന്നതായിരിക്കാം ഇപ്പോഴേക്ക് അങ്ങനെ ചോദിക്കാൻ കാരണമായത്. അത് സിനിമയുടെ ഒരു സുപ്രധാനമായ ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സീനുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. നമ്മളൊരു പ്രത്യേക മതവികാരത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല എന്ന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളൊരു നമ്മള് മനഃപൂർവ്വമായിട്ട് ആരെയും ക്രൂശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. കുരിശു വന്നുകൊണ്ടാണ് കേട്ടോ ക്രൂശിക്കാൻ എന്നുള്ള വാക്ക്. വേറെ കാരണം കേരളം എന്ന് പറയുമ്പോൾ പ്രത്യേക എന്തെങ്കിലും ഒരു കാരണത്തിന് ജാതിയുടെ മതത്തിന്റെ പേരിൽ ഒരുപാട് കലഹങ്ങൾ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും അത് ഫാക്റ്റ് ആണത്. അപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് വരുമ്പോൾ നമ്മൾ ഒരുപാട് സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ട്. സാത്താനിക്ക് കണ്ടിട്ടുണ്ട്, കർത്തച്ചൻ സേവ, അങ്ങനത്തെ തീമുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനൊരു പ്ലോട്ട് കണ്ടപ്പോൾ തോന്നിയതാണ്. ആന്റി ക്രൈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്നുമില്ല, നമ്മൾ ഇല്ലുമിനാറ്റി അല്ല. പക്ഷെ നമുക്കും സംസാരിക്കാൻ വാലിഡ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളുണ്ട് എന്ന് തന്നെ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷെ ബ്രോ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. നമ്മളൊരു മതത്തിനെ തൊട്ട് കളിക്കുന്ന വെച്ചാൽ സെൻസിറ്റീവ് ആണ്. പക്ഷെ കേരളത്തിൽ മാത്രമല്ല നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാകത്തുള്ളൂ, കേരളീയർക്ക് അതിനുള്ള ധൈര്യമുള്ളൂ. കാരണം കേരളത്തിൽ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സപ്പോർട്ട് ഉണ്ടാവും എന്ന് നമുക്ക് കരുതുന്നു. എനിക്കറിയില്ല ഇനി ഓഡിയൻസിന്റെ. ഞങ്ങളുടെ ടീമിന്റെ നേരത്തെ പറഞ്ഞ ടീമിൽ വളരെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ നായകന്മാരുടെ ഗ്ലാമർ ഒന്നും നോക്കണ്ട, സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ശ്രീ CM ജോർജ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അദ്ദേഹത്തിന്റെ നാട്ടില് പള്ളിക്ക് സ്ഥലം കൊടുത്ത പാരമ്പര്യം, ഇദ്ദേഹത്തിന്റെ അച്ഛനപ്പന്മാരൊക്കെ പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ സക്കറിയ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവർ രണ്ടുപേരും ക്രിസ്തീയ മതവിഭാഗത്തിൽപ്പെട്ട ഞങ്ങളുടെ ഒപ്പത്തിന് തോളോട് നിൽക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. ഞങ്ങള് ക്രിസ്തീയ മതത്തോടെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കലും അത് വ്രണപ്പെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല, അത് നിങ്ങൾ ചിന്തിക്കുകയും വേണ്ട. അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ലതാണ്. എല്ലാവർക്കും തോന്നും ഇത് കാണുമ്പം. ആദ്യം ഞങ്ങളും ബാലുവിനോട് ചോദിച്ചു, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ബാലുവിന്റെ ബാക്കിലൊരു നായര് കണ്ടിട്ടാണെങ്കിൽ അത് ചിന്തിക്കണ്ട. അതെ, ഇനി സംവിധായകൻ ബാലോസ് നായരായതുകൊണ്ട് ക്രിസ്ത്യൻസിനെ ഒരിക്കലും അല്ല. ഞങ്ങൾ ഈ സ്ക്രിപ്റ്റിൽ പൂർണ്ണമായും ആദ്യം സ്ക്രിപ്റ്റ് ബാലു എന്നോട് പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോ തന്നെ സത്യത്തില് ഈ കഥ എന്താണെന്നോ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഷൂട്ടിംഗ് ഓൺ പ്രോഗ്രസ് ആണ്. ഇനിയിപ്പോ അടുത്തൊരു സോങ് വരുന്നു. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് പ്രോഗ്രസ്സിൽ ഇരിക്കുകയാണ്. അപ്പം ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും ഞങ്ങളുടെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം റിവീൽ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ക്യാമിയോ ആയിട്ട് വരുന്ന ആളാരാണെന്ന് പോലും ഞങ്ങൾ റിവീൽ ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അത് റിവീൽ ചെയ്തൊരു സമയമാകുമ്പോൾ അത് പറയാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് കൃത്യമായ മറുപടി ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. ഇതൊരു വലിയ ജേണിയാണല്ലോ. അപ്പൊ നിങ്ങൾ ഇനിയിപ്പം ഇന്ന് നമ്മുടെ കൂടെ കൂടുന്നുണ്ട്, ഇനിയിപ്പം അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും ഞാൻ കരുതുന്നു. റോക്കി ഹായ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൂജയുടെ അന്നുണ്ടായ വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. അതായത് ഇപ്പം സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് കമൻസുകൾ താങ്കൾക്കെതിരെയായാലും നാദർക്കെതിരെയായാലും വരുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റ് എന്ന ഏതൊരു വ്യക്തിയെ അങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയായിട്ട് നടപടിയല്ലല്ലോ. അപ്പോൾ ഒരു നായകനാകാൻ മാത്രമേ ഉള്ളൂ, ക്യാരക്ടർ റോൾ ചെയ്താൽ പോലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയായിരിക്കും. അതിനൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇരിക്കാം. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം ഞാനൊരു സെൽഫി എടുത്തോട്ടെ നിങ്ങളോട് എല്ലാവരോടൊപ്പം.
അതാണ് എണീറ്റത്, അങ്ങനെയല്ല. നിങ്ങളുടെ അപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നി. സോറി. ഓക്കെ. ഓക്കെ, നിങ്ങളോട് എല്ലാവരുടെയും കൂടെ ഒരു സെൽഫി. ഓക്കെ ഓക്കെ, ഞാൻ ഇരിക്കാം. ഒരു കാര്യം ഞാൻ പറയാം. സോ ഇത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. ഓക്കെ, ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ബാലുവിന് ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. സോ ആൾക്കാർ പലതും പറയട്ടെ, എന്തുകൊണ്ടെങ്കിലും പറയട്ടെ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കോൺഫിഡൻസോടുകൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ്. ഇത് വിജയിക്കും, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനപ്പുറം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല. റോക്കി, അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു ഈ നാദിരക്കെതിരെ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു. അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് പോവുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? ഞാൻ ആക്ച്വലി ഇതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നുമല്ല. ഞാനിതൊക്കെ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എൻ്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെൻറ്റേജ് പോലും ബാധിക്കത്തില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദിരയെ കുറിച്ചിട്ട് തന്നെ ഒരു കാര്യം, അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു. ഓക്കെ, ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ നാദിരയെ വിളിച്ച് ഞാൻ ചോദിച്ചു, നാദിര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം നാദിര പറഞ്ഞു കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം. സോ അത് ഭയങ്കരമായിട്ട് സക്സസ് ആവും. ഒരു ഞാൻ നായകനാവാം, ഹീറോ ആവാൻ, നിന്റെ നായകനാവാൻ റെഡി. ഓക്കെ, അതൊരു നല്ലൊരു സബ്ജക്റ്റാണ്. ആൾക്കാർ ഒരു ഐഡിയ തന്നെ എനിക്ക്. ഓക്കെ, ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു. സോ ഞാൻ എൻ്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു. ഈ നാദിരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കും. അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ, അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, പറയുന്നു എന്നും പറയട്ടെ.